ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ നിരവധി രാജ്യങ്ങൾ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നു. രാജ്യങ്ങൾ നെതന്യാഹുവിനെതിരെ പരസ്യ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷത്തെ ഗാസ യുദ്ധത്തിനിടെ ഏറ്റവും കഠിനമായ അവസ്ഥയിലൂടെയാണ് മേഖല കടന്നുപോകുന്നത്. നിരവധി പേർ മരിച്ചു വീഴുന്നു. ജനങ്ങൾ പ്രദേശം ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് നീങ്ങുന്നു. അതിനിടയിലാണ് ഇസ്രായേലിന് തിരിച്ചടിയായി ഗാസയിൽ പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ വംശഹത്യ നടത്തിയതായി UN റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണ് റിപ്പോർട്ട് നൽകിയത്. 2023 ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ച ശേഷം അന്താരാഷ്ട്ര നിയമപ്രകാരം നിർവചിക്കപ്പെട്ട 5 വംശഹത്യകളിൽ 4 ഇസ്രായേൽ നടത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുക, ശാരീരികവും മാനസികവുമായ ഗുരുതരമായ ഉപദ്രവം, ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യവസ്ഥകൾ മനഃപൂർവ്വം സൃഷ്ടിക്കുക, ജനനം തടയുക തുടങ്ങിയ നടപടികൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്നും UN റിപ്പോർട്ടിൽ പറയുന്നു. വംശഹത്യ നടത്താനുള്ള ഉദ്ദേശത്തിൻ്റെ തെളിവായി ഇസ്രായേൽ നേതാക്കളുടെ പ്രസ്താവനകളെയും ഇസ്രായേൽ സേനയുടെ പെരുമാറ്റ രീതികളെയും റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനങ്ങൾ നടന്നോ എന്നന്വേഷിക്കുന്നതിനായി 2021 UN മനുഷ്യാവകാശ കൗൺസിൽ അധിനിവേശ പലസ്തീൻ പ്രദേശത്തെക്കുറിച്ചുള്ള സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷൻ സ്ഥാപിച്ചത്. റുവാണ്ടയിലെ വംശഹത്യയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ട്രൈബ്യൂണലിൻ്റെ പ്രസിഡൻറ്റും ദക്ഷിണാഫ്രിക്കൻ മുൻ UN മനുഷ്യാവകാശ മേധാവിയുമായ നവി പിള്ളയാണ് 3 അംഗ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷൻ. 1948 വംശഹത്യ കൺവെൻഷന് പ്രകാരം നിർവചിക്കപ്പെട്ടിരിക്കുന്ന 5 വംശഹത്യകളിൽ 4 ഇസ്രായേൽ അധികാരികളും ഇസ്രായേൽ സേനയും ഒരു വിഭാഗത്തിനെതിരെ നടത്തിയെന്ന് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. ഇസ്രായേൽ നേതാക്കളുടെ പ്രസ്താവനകൾ വിശകലനം ചെയ്ത കമ്മീഷൻ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് എന്നിവർ വംശഹത്യയ്ക്ക് പ്രേരിപ്പിച്ചുവെന്നും ആരോപിച്ചു. പിന്നാലെ ഇസ്രായേലിനെതിരെ എത്തിയിരിക്കുകയാണ് സ്പെയിൻ. യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് ഇസ്രായേൽ നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് ആവശ്യപ്പെട്ട അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സഹായിക്കുമെന്നാണ് സ്പെയിൻ അറിയിച്ചത്. ഗാസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുമെന്ന് സ്പെയിനിലെ അറ്റോർണി ജനറൽ പറഞ്ഞു. തെളിവുകൾ ശേഖരിക്കുന്നതിനും അത് ലഭ്യമാക്കുന്നതിനും അതുവഴി അന്താരാഷ്ട്ര സഹകരണവും മനുഷ്യാവകാശങ്ങളും സംബന്ധിച്ച സ്പെയിൻ്റെ ബാധ്യതകൾ നിറവേറ്റുന്നതിനും അറ്റോർണി ജനറൽ ഗാസയിലെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമലംഘനങ്ങൾ അന്വേഷിക്കാൻ ഒരു വർക്കിംഗ് ടീമിനെ രൂപീകരിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാണ് സ്പെയിൻ പ്രസ്താവനയിൽ പറയുന്നത്. ഗാസയിൽ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൂട്ടക്കൊല ചെയ്തതിനും ആശുപത്രികളടക്കം തകർത്ത് യുദ്ധക്കുറ്റം ചെയ്യുന്നതിനുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ICC അംഗത്വമുള്ള 120-ലധികം രാജ്യങ്ങളിൽ ഏതിലേക്കെങ്കിലും യാത്ര ചെയ്താൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യാം. അറസ്റ്റിലായാൽ വിചാരണയ്ക്കായി ഇരുവരെയും ഹേഗിലെ കോടതിയിൽ ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റങ്ങളും ചുമത്തി ICC പ്രോസിക്യൂട്ടർ കരീം ഖാൻ ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിൻ്റെ വിചാരണയ്ക്കിടെയാണ് നെതന്യാഹുവിനും ഗാലന്റിനുമെതിരെയുള്ള നടപടി. ഹമാസ് നേതാവ് മുഹമ്മദ് ദൌഫിനെതിരെയും കോടതിയുടെ വാറണ്ടുണ്ട്. എന്നാൽ ദൌഫിനെ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ഇക്കാര്യം ഹമാസ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമില്ല.